ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ബിറ്റ് കോയിൻ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു നല്ലൊരു ഡൗൺഫോള് ഇപ്പൊ കറന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ബിറ്റ് കോയിന്റെ നെക്സ്റ്റ് മൂവ്മെന്റും കാര്യങ്ങളും ആൻഡ് ഓൾസോ നമുക്ക് എതേറിയത്തിന്റെ നെക്സ്റ്റ് മൂവ്മെന്റും കാര്യങ്ങളും ഇനി എങ്ങോട്ടാന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല, ഒരു കുറച്ച് തിരക്കും കാര്യങ്ങളും ആൻഡ് ഇങ്ങോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ ഫുള്ളി ഇതിന്റെ അകത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും നല്ല നല്ല അപ്ഡേറ്റ്സും ഡെയിലി ട്രേഡിലും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ ഇൻസ്റ്റഗ്രാമില് നമ്മുടെ എതേറിയത്തിന്റെ ആയാലും ബിറ്റ് കോയിന്റെ ആയാലും ലൈവ് ട്രേഡിന്റെ ആയാലും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ഓരോ ഇൻസ്റ്റയില് നമ്മൾ ഡെയിലി വീക്ക്ലി 2 പ്രാവശ്യം നമ്മൾ മിനിമം ലൈവ് വരാറുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമ്മള് കോയിന്റെ ആയാലും നിങ്ങളുടെ ട്രേഡ്സിന്റെ ആയാലും ഏതെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഇൻവെസ്റ്റ്മെന്റോ ഏതിനെ പറ്റിയായാലും നമ്മൾ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തേരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അനലിസിസും കാര്യങ്ങളും നോക്കാം ബിറ്റ് കോയിന്റെ. അപ്പൊ നമ്മളിപ്പോ എടുത്തേക്കുന്ന ബിറ്റ് കോയിന്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. അപ്പോൾ ഞാനൊരു കുറച്ച് വീക്കിന് മുമ്പ്, ഒരു 2 വീക്കിന് മുമ്പ് ഞാൻ നമ്മുടെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോറിയില്. ഈ ഒരു ഏരിയ നോക്കി വെച്ചോളാം. നമ്മുടെ വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഏരിയ വന്നതിന് ശേഷം ഇവിടുന്ന് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് അപ്പ് ആവുമെന്നാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഈ ഒരു വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ജസ്റ്റ് മിറ്റിഗേറ്റ് ചെയ്ത് ഇവിടുത്തെ ലിക്വിഡിറ്റീസും കാര്യങ്ങളും എടുത്തതിന് ശേഷം ന്യൂ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഒരു 1,80,000 സംതിങ് വന്നിട്ടുണ്ട്. ഓക്കെ, 1,09,480 5000 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനുശേഷം പ്രൈസ് വീണ്ടും നല്ലപോലെ ഡൗൺ ആയി. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മേജർ ആയിട്ടുള്ള ഏരിയ ഏകദേശം 92,450 മുതല് 91,700 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ, ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണ്. ഏകദേശം നോക്കുവാണെങ്കിൽ 1, 2, 3, 4, 5, 6 6 തവണയോളം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയ പ്രൈസ് ഇന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പ്രൈസ് മൂവ്മെന്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കുവാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലെ ക്യാൻഡിലാണ്. അപ്പോ നമ്മള് ഈ ഒരു വീക്കിലെ നമ്മൾ 2 വീക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു മിറ്റിഗേറ്റ് ചെയ്ത ഈ ഒരു ക്യാൻഡില് നമ്മുടെ വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ജസ്റ്റ് മിറ്റിഗേറ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ജസ്റ്റ് മിറ്റിഗേറ്റ് ചെയ്ത ആ ഒരു ക്യാൻഡിൽ മുതൽ ബാക്കിയുള്ള ഏരിയസ് നോക്കുവാണെങ്കിൽ ബാക്കിയുള്ള ഏരിയസിലുള്ള ലിക്വിഡിറ്റീസ് പെൻഡിങ്ങിലാണ്. അപ്പൊ ആ ഒരു ലിക്വിഡിറ്റീസ് ഇന്നത്തെ ഡെയിലി ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ വന്ന് എടുത്തിട്ടുണ്ട്. ലിക്വിഡിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരാൾ ഇവിടുന്ന് ബൈ ചെയ്യുക, പ്രൈസ് ഇവിടുന്ന് ബൈ ചെയ്യുക, ഈ ഒരു ഏരിയന്ന് പ്രൈസ് ബൈ ചെയ്തു, വീണ്ടും അവിടുന്ന് ബൈ ചെയ്തു, വീണ്ടും ഏരിയയിൽ ബൈ ചെയ്തു. അപ്പൊ ഇവിടുന്ന് ബൈ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ആ ഒരു സെൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയക്കും താഴെ ആയിരിക്കും, ഈ ഒരു ഏരിയയിലായിരിക്കും. ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റീനെ പറയുന്നതാണ് നമ്മുടെ ലിക്വിഡിറ്റീസ് എന്ന് പറയുന്നത്. സെൽ ഓർഡേഴ്സിനെ പറയുന്നതാണ് ലിക്വിഡിറ്റീസ്. ആ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വീണ്ടും വരും. അപ്പൊ നോക്കുവാണെങ്കിൽ പ്രൈസ് ഇതിന്റെ താഴെയുള്ള ലിക്വിഡിറ്റീസ് ഒക്കെ പ്രൈസ് ഇന്നത്തെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിന്റെ വീക്കിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ഹ്യൂജ് ലിക്വിഡിറ്റീസ് ഉണ്ട്. ആ ഒരു ലിക്വിഡിറ്റീസ് എല്ലാം പ്രൈസ് നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മേജർ ആയിട്ട് നോക്കേണ്ട ഇന്നത്തെ ഡെയിലി ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ ക്ലോസിംഗ് ആണ്. ഇന്നത്തെ ഡെയിലി ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ ക്ലോസ് ഈ ഒരു ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 92,611 മുതൽ 91,600 മുതലുള്ള ആ ഒരു ഏരിയന്റെ മേളിലാണ് പ്രൈസ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വിക്ക് വന്ന് ജസ്റ്റ് താഴെയാണ് നിൽക്കുന്നത്. ആൻഡ് ഇന്നത്തെ ക്ലോസിംഗ് ഇതിന്റെ മുകളിലാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു അപ്സൈഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയക്ക് താഴെയാണ് പ്രൈസ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു ഡൗൺ വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് ഏകദേശം അടുത്ത വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ടുള്ള ഇതിന്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു സെക്കൻഡ് നോക്കുവാണെങ്കിൽ 80,000 മുതൽ 73,615 വരെയുള്ള ഏരിയ ആണ് നമ്മുടെ നെക്സ്റ്റ് വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പൊ ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഡെയിലി ടൈം ഫ്രെയിമിലെ ഈ ക്യാൻഡില് ക്ലോസ് ചെയ്താൽ മാത്രം, ഇതിന്റെ താഴെ ക്ലോസ് ചെയ്താൽ മാത്രം. അപ്പൊ ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ അടുത്തൊരു ട്രേഡിലോട്ട് എൻട്രി ചെയ്യുക. അപ്പോൾ നമുക്ക് എതേറിയത്തിന്റെ ഒരു വ്യൂ നോക്കാം. ഓക്കെ, അപ്പോ എതേറിയത്തിന്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് ഞാനിപ്പോ എടുത്തേക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് വീക്ക്ലി ചാർട്ട് നമുക്കൊന്ന് നോക്കാം. നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ, ഈ ഒരു റെഡ് ഏരിയ നമ്മളൊരു കുറച്ച് ആഴ്ചകളായിട്ട് മാർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 1, 2, 3, 4, 5 ടൈംസോളം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ 4,124 മുതൽ 3,945 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് താഴെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഗ്രീൻ ഏരിയ 2,000
300 മുതൽ 2300 മുതൽ 2112 എന്ന് പറയുന്ന ആ ഒരു ഏരിയ, ഇത്ര ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയ ആണ്. ഏകദേശം 1, 2, 3, 4, 5 ടൈംസോളം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയയിലാണ് പ്രൈസ് ഇപ്പൊ കറന്റ്ലി നിൽക്കുന്നത്. അപ്പോ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. പ്രൈസ് ഇപ്പൊ വന്നേക്കുന്നത് നമ്മുടെ ഈ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയയിലോട്ടാണ്. ആൻഡ് ഈ ഒരു ഏരിയയുടെ തൊട്ട് മുകളിലാണ്. ആൻഡ് പ്രൈസ് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു പാരലൽ ചാനലിലാണ് പ്രൈസ് ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇവിടെ 1, 2, 3, 4 ടൈംസോളം റെസിസ്റ്റൻസും 1, 2, 3, 4 ടൈംസോളം സപ്പോർട്ടും എടുത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാരലൽ ചാനലിന്റെ സപ്പോർട്ട് ഏരിയയിലും കൂടെയാണ് എതേറിയത്തിന്റെ പ്രൈസ് ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ പ്രൈസ് ഇവിടുന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് ഈ ഒരു പാരലൽ ചാനലിന്റെ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും ഒരു അപ്സൈഡ് മൂവ്മെന്റ് തരാനും, അതല്ലെങ്കിൽ നോക്കുവാണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഇറങ്ങി വന്ന് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ടൊന്ന് ലിക്വിഡിറ്റീസും കാര്യങ്ങളൊക്കെ എടുത്ത് സപ്പോർട്ട് എടുത്ത് വീണ്ടും പ്രൈസ് ഒന്ന് അപ്പ് ആവാനാണ് ചാൻസ് ഉള്ളത്. അതല്ല ഈ ഒരു സപ്പോർട്ട് ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും എതേറിയത്തിൽ ഒരു ഡൗൺ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഇതാണ് നമ്മുടെ എതേറിയത്തിന്റെ വ്യൂസും കാര്യങ്ങളും, നെക്സ്റ്റ് മൂവ്മെന്റും കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ ഈ ഒരു മേജർ ആയിട്ടുള്ള ഈ രണ്ട് ഏരിയാസും ഈ ഒരു പാറ്റേൺസ് ഒന്ന് നോക്കി വെച്ചോളുക. അപ്പൊ അതിനുശേഷം മാത്രം നിങ്ങൾ എൻട്രി ട്രേഡ്സ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ വ്യൂസ് എന്താണ് ഈ എതേറിയത്തിലും ബിറ്റ്കോയിനിലും നെക്സ്റ്റ് മൂവ്മെന്റും കാര്യങ്ങളും ഒന്ന് കമന്റിൽ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയിൽ നമുക്ക് കാണാം.